തേക്കടിയുടെ കാടിന്റെ നടുവിലേക്കാണ് ഞങ്ങൾ പോയത്. ദിസ് ഈസ് ഡേ 3rd and 4th ഓഫ് our തേക്കടി ട്രിപ്പ്. അവിടെ ഒരു അപൂർവ കണ്ടുമുട്ടൽ, ഒരു കടുവ, അതും അതിന്റെ സ്വാഭാവിക ലോകത്ത്. ഞാൻ ദീപ ശിവദാസ്. ഇത് ജംഗിൾ ക്യാമ്പിനെ കുറിച്ചൊരു വ്ലോഗ്. ഇന്ന് ആദ്യം സത്രത്തിലേക്കൊരു ജീപ്പ് സഫാരി. തേക്കടിയിലും തേയിലത്തോട്ടം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് പെരിയാർ ക്രോസിംഗ് വന്നു. ആലുവാക്കാരിയായ എന്റെ കുട്ടിക്കാലത്തിന്റെ ഒരു വലിയ പാട്ടാട്ടോ ഈ പുഴ. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടെ ഇറങ്ങി കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ ഈ നീർച്ചാലായി കാണുന്നത് ആലുവയിൽ എത്തുമ്പോൾ ഒരു വലിയ പുഴയായിട്ട് മാറും. പണ്ട് അച്ഛന്റെ ഒപ്പം പുഴക്കടവിൽ കുളിക്കാൻ പോകുന്നതും മീൻ കൊത്തിയതും നീന്തൽ പഠിക്കാൻ ശ്രമിച്ചതും ഒക്കെ ഓർത്തു കേട്ടോ ഈ സമയത്ത്. സത്രത്തിലേക്കുള്ള റൈഡ് ഒരു ഓഫ് റോഡിംഗ് ആണ്. നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് ജംഗിൾ ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് ഈ സിപ്പ് ലൈൻ കണ്ടു. വളരെ ത്രില്ഡായിട്ടോ ഇത് കണ്ടപ്പോൾ. ജംഗിൾ ക്യാമ്പ് ഇത് പെരിയാർ ടൈഗർ റിസർവിന്റെ ഒരു സെമി പെർമനന്റ് ക്യാമ്പ് സൈറ്റ് ആണ്, ഡീപ് ഇൻസൈഡ് ദ ജംഗിൾ. ബേസിക് ആൻഡ് കംഫർട്ടബിൾ സ്റ്റേ വിത്ത് ഡെലിഷ്യസ് കേരള ഫുഡ്. ഒരു ഫോറസ്റ്റ് സ്റ്റേയുടെ ഫുൾ ത്രില്ല് നമുക്കിവിടെ കിട്ടും. ഒരു 3-3:30 ആയപ്പോൾ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ട്രെക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. 7 കിലോമീറ്റർ ടോട്ടലുള്ള ഈ ട്രെക്കിന്റെ ഈ ഒരു ഏരിയ, ഈ ഒരു പാർട്ട് ഓഫ് ദി ട്രയൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുത്തനെ കയറ്റം. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആംഡ് ഫോറസ്റ്റ് ഗാർഡ്സ് നമ്മുടെ കൂടെ വരും കേട്ടോ. ഞാൻ വളരെ പുറകിലായിരുന്നു, അപ്പോഴാണ് അത് സംഭവിച്ചത്. കുറച്ച് അകലെയുള്ള കുന്നിൽ ഒരു ഓറഞ്ച് മൂവ്മെന്റ്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു എൻകൗണ്ടർ. ഇവിടെ വർഷത്തിൽ 4-5 തവണ മാത്രമാണ് ആളുകൾ കടുവയെ കാണുന്നത്. സഫാരി ജീപ്പിലിരുന്ന് കാണുന്ന പോലെ അല്ലാട്ടോ. നമ്മളൊരു ട്രെക്കിൽ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലോ പുറകിലോ ഒരു കടുവ ഉണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നും. വല്ലാത്തൊരു അഡ്രിനാലിൻ പമ്പായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ചിലപ്പോ ഒരു വേട്ട കാണാനുള്ള ചാൻസ് കിട്ടിയാലോ. കാട്ടിനുള്ളിലുള്ള നൈറ്റ് സ്റ്റേ പീസ്ഫുൾ ആയിരുന്നു, ബട്ട് സ്കേറി, വെരി സ്കേറി. നെക്സ്റ്റ് ഡേ മോർണിംഗ് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്ന ആ സഫാരിക്ക് ഞങ്ങൾ പോയിട്ടോ, ടുവേർഡ്സ് കെബി. അതുപോലെ തന്നെ പെരിയാർ ലേക്കിലെ ബോട്ട് റൈഡിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അങ്ങോട്ടേക്ക് പോവാട്ടോ. ഈ ലോക്കൽ ബസ്സിലും ഷെയർ ഓട്ടോയിലുമുള്ള യാത്ര ഏകയാട്ടോ കൂടുതൽ എൻജോയ് ചെയ്തത്. Four days, 2 treks and multiple wildlife sighting. തേക്കടി ഞാൻ വിചാരിച്ചേക്കാളൊക്കെ കൂടുതൽ അഡ്വഞ്ചറസ് ആണ്. ഇത് ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യാൻ ജംഗിൾ ക്യാമ്പ് ഒരു നല്ല ഓപ്ഷനാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ്, ദ സ്റ്റേ, ദ ട്രെക്ക് ആൻഡ് ദ സഫാരി. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഫോർ മോർ ഡീറ്റെയിൽസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് കണ്ടന്റ്.